നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരത്തിന് 1 മാസം തികഞ്ഞു. ഇന്ന് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാനോ സമവായമുണ്ടാക്കാനോ സർക്കാരിന് താല്പര്യമില്ലേ? ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് ഉയർത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ ആരോഗ്യ മിഷന് കീഴിൽ കേരളത്തിന് നൽകാനുള്ള മുഴുവൻ തുകയും നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് P. സന്തോഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. ആശമാർക്ക് പ്രതീക്ഷ നൽകേണ്ടത് കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആശമാരുടെ സമരപ്പന്തലിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രം നൽകുന്ന സഹായധനം സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ? അതാണ് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അതിലേക്ക് ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കച്ചവട മനസ്ഥിതി വെച്ച് നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാതാടി 1 ആഴ്ച 2 ആഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. അതിനൊന്നും ആയുധമാവാൻ എനിക്ക് കേന്ദ്ര ഫണ്ട് കൊടുത്തു, സംസ്ഥാനം അത് ചെലവഴിച്ചില്ലെന്ന് അറിയില്ല. അപ്പോൾ ഒരു അന്വേഷണ കേന്ദ്രം നടത്തണ്ടേ? കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് അറിയണ്ടേ? എന്തിന്? നിങ്ങളിവിടെ കേരളത്തിലെ ജനങ്ങളില്ലേ? കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ? നിങ്ങൾ അന്വേഷിക്കും. കേന്ദ്രത്തിൽ കൊണ്ടുവരണം. CBI വേണ്ട, കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിലും തീരുവോ? കണ്ടുപിടിക്കണ്ടേ? അല്ല, അതിനല്ലേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത്. അത് ഔദ്യോഗികം ആവശ്യപ്പെടും. ആവശ്യപ്പെടാനൊന്നുമില്ല, കൊടുത്തേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിലേ അടുത്ത ഗഡു വരൂ. അങ്ങനെയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടത്. ആ കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചത്. അപ്പോൾ കേന്ദ്രം ഇത്രയും നാളും തന്നിട്ടില്ല. ഇക്കാര്യങ്ങൾ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രത്തോട് പലതവണ ചോദിച്ചതാണ് പറയുന്നത്. ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും. പാർലമെന്റിൽ പറഞ്ഞ ഭാഷ ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും. ക്ഷമിച്ചേക്കും. സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ മടങ്ങുകയാണ്. സമരത്തിന് പിന്തുണ അർപ്പിച്ച മുൻപും സുരേഷ് ഗോപി സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. BJP നേതാക്കൾ മറ്റുള്ളവരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ഇതര BJP നേതാക്കൾ, ഷോൺ ജോർജ് അടക്കമുള്ള BJP നേതാക്കളെയും ആ കൂട്ടത്തിൽ കാണാം. ഇവിടെ എന്ത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ P. സന്തോഷ് കുമാറിന് നൽകിയ മറുപടിയിൽ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇന്നലെ പാർലമെന്റിൽ ഈ വിഷയം വരികയും BJP MP രേഖ ശർമ്മ തന്നെ ഇന്ത്യയിലെ ആശാ വർക്കർമാരുടെ വേതനം എന്നുള്ളത് ശോചനീയമായ നിലയിലാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവിൻ്റെ കാര്യത്തിലൊരു നല്ല തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും സുരേഷ് ഗോപി അവിടെ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് രാഹുൽ ജി നാഥ് അവിടെയുണ്ട്. സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത് എന്നുള്ളത് രാഹുൽ വിശദീകരിക്കും. രാഹുലിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് പാനലിനെ ഒന്ന് പരിചയപ്പെടാം. ശ്രീമതി ശാലിനി S സമരസമിതിക്ക് വേണ്ടി, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ BJP, ശ്രീ M ജയചന്ദ്രൻ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ TP ജയചന്ദ്രൻ. ഇന്ന് JP നദ്ദ ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം പരിഗണിക്കും, ഇൻസെന്റീവ് ഉയർത്തും എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാനുണ്ട് എന്ന കാര്യം സമ്മതിക്കുകയാണല്ലോ, അല്ലേ? കുറിച്ച് വിലയിരുത്തുന്നതും കൃത്യമായി കേന്ദ്രമാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇത്തരം ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആശാ വർക്കർമാരെ ശത്രുതാപരമായി കാണുന്നതാരാണ്? ആശാ വർക്കർമാരെ കൂകി ഓടിപ്പിക്കുന്നതാരാണ്? ആശാ വർക്കർമാരെ എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? 30 ദിവസത്തോളം സഹന സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ എന്താണ്? ആശാ വർക്കർമാരുടെ ആവശ്യം അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം. ആരാണ് അവർക്ക് ഓണറേറിയം നൽകേണ്ടത്? അവർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം. ആരാണ് ഇൻസെൻറ്റീവ് നൽകേണ്ടത്? നമുക്കറിയാം, ഇൻസെൻറ്റീവ് നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതാണ്. ഇന്ത്യയിലെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന ആശാ വർക്കർമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ കേന്ദ്രത്തിലെ അതുമായി ബന്ധപ്പെട്ട ബോർഡ് ഇരുന്ന് ചർച്ച ചെയ്തു. 20 വർഷം മുമ്പുള്ള അവരുടെ വേതനത്തിൽ അതിനാവശ്യമായ നടപടി. നിങ്ങൾ രണ്ടു കൂട്ടരും, കേന്ദ്രവും സംസ്ഥാനവും, പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കല്ലേ? ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണമല്ലോ. കേരളത്തിലെ ഒരു ആശാ വർക്കർക്ക് 13,200 രൂപ കിട്ടുമ്പോൾ അതിൽ കേന്ദ്രത്തിന്റെ ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. ബാക്കിയുള്ള ഇൻസെന്റീവ് ഒപ്പം സംസ്ഥാനത്തിന്റെ ഓണറേറിയമായ 7000, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് 13,000-ന് മുകളിലേക്ക് ഈ സംഖ്യ വരുന്നത്. ഈ ഇൻസെന്റീവ്, ഫിക്സഡ് ഇൻസെന്റീവ് ആവട്ടെ, വേരിയബിൾ ഇൻസെന്റീവ് ആവട്ടെ, ഈ ഇൻസെന്റീവ് കൊടുക്കുമ്പോൾ 60% തുകയെ കേന്ദ്രത്തിൽ നിന്നുള്ളൂ, ബാക്കി 40% ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 13,200 രൂപ കൊടുക്കുമ്പോൾ അതിൽ 9,400 സംസ്ഥാനം കൊടുക്കുന്നതാണ്.
അപ്പോൾ എന്തായാലും സംസ്ഥാനം അത്രയും കൊടുക്കുന്നുണ്ടല്ലോ. ആശമാരെ കുറിച്ച് നിങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ഫിക്സഡ് ഇൻസെന്റീവ് ഇപ്പോൾ 3000 ആണല്ലോ, അതൊരു 6000 രൂപയാക്ക്, 7000 രൂപയാക്ക്, അതനുസരിച്ച് സംസ്ഥാനത്തോട് കൂട്ടാൻ പറ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ. അല്ല, എങ്ങനെ പരിഹരിക്കണമെന്ന് പിന്നെ അഭിലാഷ് മോഹൻ നമുക്ക് തീരുമാനിക്കാം. താങ്കൾ ഇത്രയും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഒരു പക്ഷത്തെ ന്യായീകരിക്കുന്നത് മനസ്സിലാവാത്ത ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ലല്ല, ന്യായീകരിച്ചതല്ല, നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കണ്ടേ? കേന്ദ്രമാണോ? അല്ല 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 ഞാൻ പറയാം. അല്ല ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഇന്ന് ഹാരിസ് ബീരാനുള്ള ഉത്തരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ആശമാരെ കുറിച്ച് നിങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ട്, സ്വാഗതാർഹം, ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. ഗുജറാത്തിലെ ആശമാരെ കുറിച്ചോ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? പ്രധാനമന്ത്രിയുടെ അമിത്ഷായുടെ ഒക്കെ സംസ്ഥാനമല്ലേ ഗുജറാത്ത് സംസ്ഥാനം? ആകെ 2500 രൂപ ഫിക്സഡ് ഇൻസെന്റീവിന്റെ കൂടെ 50% ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഗുജറാത്തിലെ ആശാ വർക്കർമാർക്ക് ജോലിയില്ലേ? അരുണാചൽ പ്രദേശ് 2000 രൂപയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ തന്നെ സംസ്ഥാനങ്ങൾ എടുക്കൂ. ജാർഖണ്ഡ് ഈ കേന്ദ്രം കൊടുക്കുന്ന ഫിക്സഡ് ഇൻസെന്റീവിന്റെ കൂടെ 1000 രൂപയാണ് അധികം കൊടുക്കുന്നത്. ഉത്തർപ്രദേശ് നോക്കൂ, ഉത്തർപ്രദേശിൽ എത്രയാണ് അവസ്ഥ? മധ്യപ്രദേശ് നോക്കൂ, മധ്യപ്രദേശിൽ 4000 രൂപയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലെ ആശമാർക്ക് കൊടുക്കണ്ടേ? ഈ രാജ്യത്തെ എല്ലാ ആശാ വർക്കേഴ്സിനും പണം ഉയർത്തണം. അവിടെ കൃത്യമായി അത് ചെയ്യാൻ കഴിയുന്നത് ആദ്യത്തെ പങ്ക്, മുഖ്യമായ പങ്ക് ഒരു കേന്ദ്ര സ്കീം എന്നുള്ളതിൽ കേന്ദ്ര സർക്കാരിനാണ്. അത് ചെയ്യണ്ടേ? അല്ല, ഈ ചർച്ചയിൽ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അഭിലാഷ് എന്തിനാണ് ഇങ്ങനെ എൻ്റെ വായ കയറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ വെർഷൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ അഭിലാഷേ. ഏതായാലും ഗുജറാത്തിനോടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോടും നിഷ്പക്ഷനായ സത്യസന്ധനായ ആങ്കറായ പിന്നെ അഭിലാഷ് മോഹനുള്ള കമ്മിറ്റ്മെന്റിനെ ഞാൻ ബഹുമാനിക്കുന്നു സർ. പക്ഷെ എൻ്റെ ഒരൊറ്റ വിനയപൂർവ്വമുള്ള ചോദ്യം സർ, എന്തുകൊണ്ടാണ് കേന്ദ്രമാണ് ഈ വലിയ പരിഗണന നടത്തേണ്ടതെങ്കിൽ 2016-ലെയും 2021-ലെയും സംസ്ഥാനത്തിന്റെ പ്രകടന പത്രികയിൽ 700 രൂപയാക്കാമെന്ന് എന്തിനാണ് സംസ്ഥാനം പറയേണ്ടി വന്നത്? മാത്രമല്ല, ഓണറേറിയം കൊടുക്കേണ്ടത് എല്ലാം പഠിച്ച് അവതരിപ്പിക്കുന്ന അഭിലാഷൻ അറിയാമല്ലോ. ഓണറേറിയം കൊടുക്കേണ്ടത് ആരാണ്? ഓണറേറിയം കൊടുക്കേണ്ടത് സംസ്ഥാനമല്ലേ? 10,000 കൊടുക്കുന്ന സിക്കിമും ആന്ധ്രയും ഒക്കെ കേന്ദ്രത്തിന് മുമ്പിൽ പോയി വാങ്ങിയിട്ടാണോ 10,000 കൊടുത്തത്? കേരളമാണ് 10,000 കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് തള്ളിമറിച്ചപ്പോഴും അല്ല, ഇന്ന് അങ്ങയുടെ മന്ത്രി രാജ്യസഭയിൽ വെച്ച ഉത്തരമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ സിക്കിമിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. സിക്കിമിനെ കുറിച്ച് ഈ ഡോക്യുമെന്റിലും പറയുന്നത് മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് 6,000 മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് 6,000 from state fund. Recently government of Sikkim announces hike a fixed honorarium from 6,000 to Rs 10,000 എന്നാണ്. 6 മാസം മുമ്പ് ഡീൻ കുര്യാക്കോസിന് കിട്ടിയ മറുപടിയിലും ഇതാണ് പറയുന്നത്. ഇതുവരെ ഇത് ഉയർത്തി കഴിഞ്ഞില്ലേ? 10,000 ആക്കി എന്ന് കൊടുക്കും? ആന്ധ്രാപ്രദേശും പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, കർണാടകയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിഷ്പക്ഷനായ അഭിലാഷ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. നിങ്ങൾ അല്ല, അങ്ങ് കോൺട്രാഡിക്ടറിയായി സംസാരിക്കുന്നത് കൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് സംസാരിക്കൂ സാർ. തേനും പാലും വഴിഞ്ഞൊഴുകുകയല്ലേ ആശമാരോട്? സുരേഷ് ഗോപി 3 തവണ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിൽ പോയല്ലോ. കൊടയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ അവർക്ക് സഹായം കൂടെ കൊടുക്കണ്ടേ? മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കോൺട്രാഡിക്ടറി ആണോ? ഞാൻ ഏത് കോൺട്രാഡിക്ടറി? മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിന്റെ പൂർണ്ണ ലിസ്റ്റ് എന്തായാലും വായിക്കണം. വലിയ അല്ല, ഞാൻ പറഞ്ഞതല്ല, കേന്ദ്ര സർക്കാരിന്റെ ഡോക്യുമെന്റ് ആണല്ലോ. എന്റെ അവസരം, നിങ്ങൾ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോ ആദ്യഘട്ടം എന്റെ വാദഗതിയെങ്കിലും ഞാനൊന്ന് അവതരിപ്പിച്ചോട്ടെ എന്ന് താങ്കൾ. വാദഗതി അവതരിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വൈരുദ്ധ്യം വരുമ്പോഴല്ലേ ഞാൻ ഇടപെടുന്നത്. അല്ല, ഞാൻ ഏത് കാര്യമാണ് വൈരുദ്ധ്യം പറഞ്ഞത്? കേന്ദ്രമാണ് ഓണറേറിയം കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞത് കോൺട്രാഡിക്ടറി ആണോ? 2016-ലും 2021-ലും കേരളത്തിന്റെ പ്രകടന പത്രികയിൽ 700 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രകടന പത്രികയില് 7,000 രൂപ വെച്ച് കൊടുക്കാമെന്നല്ല പറഞ്ഞത്, 700 രൂപ വെച്ച് കൊടുക്കാമെന്നല്ല പറഞ്ഞത്. അത് മിനിമം കൂലിയുടെ കാര്യമാണ്. ഓണറേറിയം ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണറേറിയം ഉയർത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കാരണം ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാനമാണ്, ഇൻസെന്റീവ് കൊടുക്കുന്നത് കേന്ദ്രവുമാണ്. അപ്പോൾ ഈ ഇൻസെന്റീവ് കൊടുക്കുന്നത് തന്നെ 60 അനുപാതം 40 എന്ന രീതിയിലാണ്. എന്റെ ചോദ്യം, അങ്ങ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയോട് ഓണറേറിയം ഉയർത്തുന്നതിനെ കുറിച്ച് ചോദിക്കും. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഫിക്സഡ് ഇൻസെന്റീവ് ആവട്ടെ, ഭയങ്കര സ്നേഹമല്ലേ, ഫിക്സഡ് ഇൻസെന്റീവ് ആവട്ടെ, വേരിയബിൾ ഇൻസെന്റീവ് ആവട്ടെ, അതങ്ങ് കൂട്ടിക്കൊടുക്കണം സാർ, അത്രേ ഉള്ളൂ. അല്ല അഭിലാഷേ, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ 10 ലക്ഷത്തോളം ആളുകളുള്ളതിൽ കേരളത്തിൽ സമരം വരുന്നു. കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി വർഗത്തോട് അതിന്റെ മൊത്തം കച്ചവടം ഏറ്റെടുത്തിരിക്കുന്ന മന്ത്രിമാർക്ക് എന്തുകൊണ്ടാണ് ഈ സമരം സന്ദർശിക്കാൻ ധൈര്യമില്ലാത്തത്? അഭിലാഷ് ഇപ്പൊ തന്നെ പറഞ്ഞു,
അഭിലാഷിനെ പോലെയും എന്നെ പോലെയും ഒക്കെ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും ഒക്കെ ആണല്ലോ ആശാ വർക്കർമാരുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്താ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നിടത്ത് താങ്കൾ ഈ പറഞ്ഞതാണ് വസ്തുതയെങ്കിൽ സുരേഷ് ഗോപിയെ കല്ലെറിഞ്ഞ് ഓടിപ്പിക്കേണ്ടേ അവിടെ? മാത്രമല്ല അഭിലാഷേ, ഇത് കേന്ദ്രമാണ് ഉത്തരവാദി എങ്കിൽ സെക്രട്ടേറിയറ്റിന് ഒരുപാട് സമരമില്ലേ? ഈ സമരക്കാരെയൊക്കെ അവിടെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? അവരെ കൂകി തോൽപ്പിക്കുന്നുണ്ടോ? അപ്പൊ അഭിലാഷ് അറിഞ്ഞോ അറിയാതെയോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളെ വളച്ചൊടിക്കാനാണ്. ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങേക്ക് അറിയാവുന്നതുപോലെ ആശമാരുടെ സമരമുണ്ട്. കർണാടകയിൽ ആശമാരുടെ സമരം ഉണ്ടായിരുന്നു, ഛത്തീസ്ഗഡിൽ ആശമാരുടെ സമരം ഉണ്ടായിരുന്നു, ജന്തർ മന്ദറിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ സമരമുണ്ടായിരുന്നു, പാർലമെന്റ് മാർച്ച് ആശാ വർക്കേഴ്സ് നടത്തിയിട്ടുണ്ട്. എല്ലായിടങ്ങളിലും സമരമുണ്ട്. നിങ്ങളുടെ MP രേഖാ ശർമ്മ തന്നെ പറഞ്ഞതുപോലെ ഇതൊരു ദേശീയ വിഷയമാണ് ശ്രീ ജയചന്ദ്രൻ. കേരളത്തിലെ സർക്കാർ ഓണറേറിയം ഉയർത്തണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങ് മറച്ചിട്ട് ഇവരൊക്കെ കൊടുത്തോട്ടെ, നമ്മൾ സമരപ്പന്തലിൽ വന്നിട്ട് പിന്തുണ അർപ്പിക്കാം. സമരപ്പന്തലിൽ പിന്തുണ അർപ്പിക്കാൻ പല ആൾക്കാരുണ്ടാവും, അതിന് നിങ്ങൾ വേണ്ടല്ലോ. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടല്ലേ സമരപ്പന്തലിൽ പോകേണ്ടത്? അല്ല, ഞങ്ങൾ പോകണോ വേണ്ടയോ എന്ന് ആരോടാണ് ചോദിച്ചു പോകേണ്ടത് വെച്ചാൽ ഞങ്ങൾ അവിടെ ചോദിച്ചു പോകാം. അഭിലാഷിനോട് സമ്മതം ചോദിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ പോകാം. പക്ഷെ അഭിലാഷ് തന്നെ പറഞ്ഞ കാര്യം എന്താണ്? ഈ സമരത്തോടുള്ള അഭിലാഷ് കുറ്റം പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് രേഖാ ശർമ്മ പാർലമെന്റിൽ ഉന്നയിച്ചു. സന്തോഷമല്ലല്ലോ ഉന്നയിച്ചത്. രേഖാ ശർമ്മ ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു അവർ ചെയ്യുന്ന സേവനങ്ങൾ അല്ല. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവില്ല. ഏങ്കർ എന്തിനാ ഇങ്ങനെ പക്ഷം പിടിക്കുന്നത് എനിക്ക് ഞാനൊരു ഇൻഫർമേഷൻ ആഡ് ചെയ്തല്ലേ. രേഖാ ശർമ്മ മാത്രമല്ല, കോൺഗ്രസിന്റെ MP പലരും ഉന്നയിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് P. സന്തോഷ് കുമാറാണ് ഉന്നയിച്ചത്, ഇന്നലെ KC വേണുഗോപാൽ അടക്കമുള്ള. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് വിട്ടേക്ക്. അല്ല, അഭിലാഷ് എന്തിനാ ഇതിനകത്ത് CPM ആവുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഗവൺമെന്റ് ഈ ആരോഗ്യമന്ത്രി ഈ സമരത്തോടുള്ള മനോഭാവം പ്രഖ്യാപിച്ചു. അഭിലാഷേ, കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ സമരത്തോടുള്ള സമീപനം പ്രഖ്യാപിച്ചു. അവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അത് വൈകാതെ വർദ്ധിപ്പിക്കും. പക്ഷേ ഈ ചർച്ചയിൽ എന്തുകൊണ്ടാണ് അഭിലാഷ നിങ്ങൾ വിളിച്ചിട്ടോ ഇടതുപക്ഷ പ്രതിനിധി വരാഞ്ഞിട്ടാണോ നിങ്ങൾ വിളിക്കാഞ്ഞിട്ടാണോ? അല്ല, വിളിച്ചിരുന്നു. ആ ശൂന്യതയാണോ അഭിലാഷ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്? അല്ലല്ല, അവരുടെ MP-മാരെയാണ് നോക്കിയത്. പാർലമെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അവര് ചാനലുകൾക്ക് പോകുന്നുണ്ട്. അല്ല ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് അവരില്ലാത്ത ശൂന്യത അഭിലാഷ് ഏറ്റെടുക്കണ്ട. അത് അവര് വന്ന് പറയട്ടെ. ഉത്തരവുണ്ടെങ്കിൽ അത് പറയൂ. കേൾക്കുന്ന ആളുകൾക്ക് അങ്ങ് ഉത്തരവില്ലാത്തത് കൊണ്ട് ആകാശത്തേക്ക് വെടിവെക്കുകയാണെന്ന് തോന്നല്ലേ? ഉത്തരവുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല, ഞാൻ കേൾക്കാം. അല്ല, ഉത്തരം പറയാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. ഉത്തരം പറയുന്നില്ലല്ലോ. CPM-ന്റെ പ്രതിനിധിയില്ല, നിങ്ങൾ ആ സ്ഥാനം ഏറ്റെടുത്തു, നിഷ്പക്ഷത ഇങ്ങനെയല്ല എന്നൊക്കെയല്ലേ പറയുന്നത്. ഉന്നയിച്ചു എന്ന് ഏത് വാദമാണ് ഞാൻ ഉന്നയിച്ച കോൺട്രഡിക്ടറി എന്നത് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആശമാർക്ക് കിട്ടുന്ന ആകെ തുക, അതിൽ സംസ്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്ര, കേന്ദ്രത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്ര, ഈ കണക്കുകളിൽ ഇപ്പൊ കേരളത്തിന്റെ കുഴപ്പം എന്നുള്ളതാണല്ലോ അങ്ങ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? അഭിലാഷേ, അങ്ങനെയാണെങ്കിൽ ഒരു കോൺട്രാഡിക്ഷൻ വേണ്ട. അങ്ങയുടെ പോയിന്റ് കുറിച്ചുള്ള അഭിലാഷിനെ അസ്വസ്ഥമാക്കിയത് അതല്ല. പിന്നെന്താ? അഭിലാഷിനെ അസ്വസ്ഥമാക്കിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അസാന്നിധ്യത്തെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭാവത്തെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഫില്ല് ചെയ്തു. എന്നെ അസ്വസ്ഥമാക്കിയത് ഒരേ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം, അപ്പൊ അങ്ങേക്ക് സന്ദർശിച്ചു. എന്നെ അസ്വസ്ഥമാക്കിയത് ഒരേ ഒരു കാര്യമാണ്. ഡെലിവറി ചെയ്യാൻ ബാധ്യതയുള്ളവർ, പ്രശ്നം പരിഹരിക്കാൻ ബാധ്യതയുള്ളവർ തിയേറ്ററിക്സ് കാണിക്കുന്നു. സ്വീകരിച്ചു. മാത്രമല്ല അവരെ ഞങ്ങൾ എന്നെ അസ്വസ്ഥമാക്കിയ കാര്യം അങ്ങ് ശാന്തത പാലിച്ച ഞാൻ പറയാം. അവരെ ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടില്ല. അല്ല, അങ്ങ് എന്നെ അസ്വസ്ഥമാക്കിയത് ചുമതല നിർവഹിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ, ഡെലിവർ ചെയ്യേണ്ട ആളുകൾ, ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ആശാ വർക്കർമാർക്ക് ആശ്വാസമാകേണ്ടവർ, അവരെ തൊഴിലാളികളായി പരിഗണിക്കേണ്ടവർ, അവർക്ക് മന്ത്ലി 21,000 രൂപയെങ്കിലും ഉറപ്പാക്കേണ്ടവർ, അത് ചെയ്യാതെ കണ്ണിൽ പൊടിയിടാൻ സമരപ്പന്തലിൽ ചെന്ന് തിയേറ്ററിക്സ് കാണിക്കുന്നത് ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരു പൗരബോധത്തിന്റെ ഭാഗമല്ലേ? അങ്ങൊന്ന് നിഷ്പക്ഷനായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കാണ് ഉത്തരവാദിത്വം? ഇന്ത്യയിലെ ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ അതൊരു കേന്ദ്ര സ്കീമിൽ വരുന്ന കാര്യമായത് കൊണ്ട് തന്നെ പകുതി ഉത്തരവാദിത്വമെങ്കിലും കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ. അത് ചെയ്തിട്ട് ഈ സമരപ്പന്തലിൽ പോയി നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞേനെ. അങ്ങനെ ചെയ്യാത്തപ്പോഴല്ലേ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് ജയേന്ദ്രൻ മാഷേ?
ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ മിണ്ടാൻ സമ്മതിക്കോ? പറഞ്ഞോളൂ. എന്നെ നിഷ്പക്ഷനാകാൻ ഉപദേശിക്കുന്ന അഭിലാഷിന്റെ നിഷ്പക്ഷത ഒന്ന് അഭിലാഷ് സ്വയം വിലയിരുത്തുക. എന്റെ നിഷ്പക്ഷതയിൽ ഓരോ സംസ്ഥാനത്തെയും താങ്കൾ എന്തിനാണ് സാർ മുതൽ എന്തിനാണ് എന്റെ വായിൽ കയറുന്നത്? ചർച്ചയ്ക്ക് നിങ്ങൾ അനുവദിക്കുന്നില്ല. എന്നെ സംസാരിക്കാൻ അല്ല അത് ഞാൻ ഉത്തരം തുടങ്ങിയത് മുതൽ നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുന്നു. അല്ല, നിങ്ങൾ ഇത്രയും സമയം തടസ്സപ്പെടുത്തി നിങ്ങൾ ഇനി എന്നെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമോ? വളരെ കൃത്യമായിട്ട് കേന്ദ്രമന്ത്രിയും ആ MP-യും അത് ഉന്നയിച്ച ആളുകളും അവരുടെ ധർമ്മം നിറവേറ്റി. ഞങ്ങൾ ഈ ആശാവർക്കർമാരെ അധിക്ഷേപിച്ചില്ല, ഞങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനം അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ പിരിച്ചുവിടുമെന്ന് പറയുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു. ഇതിന്റെ നയവ്യതിയാനം എന്താണ്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആശാവർക്കർമാരുടെ സമരം ന്യായമാണ്. അവരുടെ പ്രവർത്തനത്തിൽ വെച്ച പ്രതിഫലം അവർക്കില്ല. അത് കേന്ദ്ര സംസ്ഥാനവും സംയുക്തമായി ചെയ്യേണ്ടതാണ്. കേന്ദ്രം ചെയ്യേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. സംസ്ഥാനത്തിനെ കുറിച്ച് ഇത് പറയിപ്പിക്കാൻ അഭിലാഷിൽ നിഷ്പക്ഷനായ മാധ്യമപ്രവർത്തകൻ തയ്യാറായാൽ നമുക്ക് ചർച്ച തുടരാം. ശരി, ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അതാണല്ലോ പോയിന്റ്. ഞാൻ അതെടുത്തു. ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള നടപടിയാണ്. നമുക്കത് കാത്തിരിക്കാം. ചെയ്യാമെന്ന് പറഞ്ഞല്ലോ എന്നെടുക്കാം. രാഹുൽ ജി നാഥ് ഉണ്ട്. രാഹുൽ, ഇന്ന് സുരേഷ് ഗോപി വീണ്ടും സമരപന്തലിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം 3000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് കേന്ദ്രം നൽകുന്നതാണ്. ബാക്കിയുള്ള വേരിയബിൾ ഇൻസെൻറ്റീവിലെയും ഒരു ഭാഗം കേന്ദ്രത്തിൻ്റെതാണ്. അപ്പോൾ ഇന്ന് JP നദ്ദ ഇവരുടെ ഇൻസെൻറ്റീവ് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും എത്രയെങ്കിലും രൂപയായി ഉയർത്തുമോ എന്ന ഒരു സ്വാഭാവികമായ ആകാംക്ഷ എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചതായി, അതായത് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വന്നപ്പോൾ ഒരു കുടയെങ്കിലും അവർക്ക് കൊടുത്തിരുന്നു. ഇത്തവണ എന്തെങ്കിലും കൊടുത്തോ? അതുതന്നെയാണ്, യാതൊരുവിധ വ്യക്തതയും അതിനുണ്ടായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഒരു സഹായം വർദ്ധിപ്പിക്കും, ധനസഹായം വർദ്ധിപ്പിക്കുന്നത് മാത്രം ഒരു പ്രസ്താവനയാണ് ആ ഘട്ടത്തിൽ വന്നിരുന്നത്. അത് ആശ്വാസമായി എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഘട്ടത്തിലൊക്കെ സമരസമിതിക്ക് നേതൃത്വം നൽകുന്നവർ പറഞ്ഞത് ഇത് എന്ത് വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. വേതനമാണോ അതോ ഇൻസെൻറ്റീവ് ആണോ എന്നുള്ള ചോദ്യം തന്നെയാണ് അവർ ഉന്നയിച്ചിരുന്നത്. അതിന് ഒരു പക്ഷേ വ്യക്തത ലഭിക്കും, ഈ സുരേഷ് ഗോപി വരുമ്പോൾ അതിന് വ്യക്തത ലഭിക്കും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു വ്യക്തതയും ലഭിച്ചിരുന്നില്ല. നദ്ദ എന്താണോ സഭയിൽ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത്. അതായത് കേരളം കണക്കുകൾ നിരത്തി കള്ളം പറയുകയാണ്, ആ കണക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല. കേന്ദ്രം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഈ പണം പാസ്സാകൂ. അത്തരത്തിൽ സത്യസന്ധമായ കണക്കാണ് കേന്ദ്രം നൽകുന്നതെന്ന തരത്തിലാണ് പറഞ്ഞത്. ഒന്നുകൂടി കടന്നുകൊണ്ട് പറഞ്ഞത് കേന്ദ്രം എല്ലാം ആശാപ്രവർത്തകർക്ക് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ തലവൻ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് നടത്തിയ വൈദഗ്ധ്യമുള്ള ആളാണ്, അതുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന തരത്തിൽ ഈ പറയുന്നത് പോലെ വസ്തുതകൾ നിരത്തിയുള്ള ഒരു വിശദീകരണത്തിലേക്ക് സുരേഷ് ഗോപി ഇന്നും പോയിട്ടില്ല. അവർക്ക് പിന്തുണ അറിയിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നു, ഒപ്പം കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്തു എന്ന് ആവർത്തിക്കുകയാണ്. എന്തായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ധനസഹായം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇവരിലേക്ക് എത്തുക എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവർ സമരസമിതിയിലുള്ളവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോഴും 30 ദിവസമായി ഡയലോഗ് മാത്രമാണ്. അപ്പോൾ ബാക്കി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടതാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ഒരു മാസമായി ഏറ്റവും അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്ന ആശാ വർക്കർമാരാണ് സമരമിരിക്കുന്നത്. അവരെ ഒന്ന് കേൾക്കാനെങ്കിലും അവരോടൊന്ന് സംസാരിക്കാനെങ്കിലും നിങ്ങളുടെ ഓണറേറിയം ഉയർത്തും അല്ലെങ്കിൽ മറ്റ് പരിരക്ഷകൾ വർദ്ധിപ്പിക്കും എന്ന് പറയാനെങ്കിലും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്? എന്തിനാണ് ആ സ്ത്രീകളെ ഇനിയും വെയിലിലും മഴയിലും ഇരുത്തിയിരിക്കുന്നത്? അഭിലാഷേ, ഈ സമരസമിതിയുടെ നേതാക്കളുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നത് ഒരു തവണ ചർച്ച നടത്തി 2 ആഴ്ച മുമ്പ് വിചാരിക്കുന്നു. ആദ്യം ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തി. അത് സാധ്യമല്ല, അത് പോരാ എന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ മന്ത്രിയുടെ ഓഫീസിൽ പോയി 1.5 മണിക്കൂർ ചർച്ച നടത്തിയത്. അപ്പോൾ മുമ്പോട്ട് വെച്ച ആവശ്യത്തിനെ സംബന്ധിച്ച് DHSൻ്റെയും NHMൻ്റെയും പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് വന്നതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് ആരോഗ്യമന്ത്രി അവരോട് പറയുകയും ചെയ്തതാണ്.
അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അന്ന് ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആവശ്യമൊന്നും അതോടെ പറയണമല്ലോ, അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ കൊടുക്കുന്ന ഓണറേറിയം, ഇതുവരെ ഓണറേറിയം കൊടുത്തിരുന്നത് പോലും ചില വേരിയബിൾസിലാണ് ചെയ്തിരുന്നത്. ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്താൽ കിട്ടും, ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കുറയും എന്നുള്ള നിലയിലായിരുന്നു. ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല. അല്ല ശ്രീ ജയചന്ദ്രന് ഓണറേറിയം ഫിക്സഡ് ആക്കി, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതിൽ കേരളം പോലൊരു സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിലൊരു അടിസ്ഥാന പ്രശ്നമുണ്ടല്ലോ. ഒരു മാസം ഇത്രയധികം ജോലി ചെയ്യേണ്ട ഒരു വിഭാഗം 13,000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളതൊരു മൗലികമായ പ്രശ്നമാണല്ലോ. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നാണ് കേരളത്തിന്റെ അവകാശവാദം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ ഈ കാലയളവിലാണ് അവരുടെ ഓണറേറിയം 10,000 വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കർണാടകയും ആന്ധ്രയും അവിടെ നിൽക്കുന്നു. ഈ ആശാ വർക്കർമാർക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള രക്ഷാപദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ സർക്കാർ വിരമിക്കൽ ആനുകൂല്യമായി, ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഹരിയാന സർക്കാർ 2 ലക്ഷം രൂപയാണ് നൽകുന്നത്. ആന്ധ്രാപ്രദേശ് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു തൊഴിലാളി വർഗ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇതൊന്നും ഇവിടുത്തെ ആശാ തൊഴിലാളികൾക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്നവരെ, പാട്ട കൊട്ടുന്നവർ, അരാജക സംഘം തുടങ്ങി അധിക്ഷേപിക്കാവുന്നതിന് അങ്ങേറ്റം എല്ലാം ഒന്നും ഈ ടെലിവിഷനിൽ പറയാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ അധിക്ഷേപിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വർഗപക്ഷപാതിത്വം എവിടെ എന്നുള്ളത് പ്രശ്നമാണ്. അല്ല, അങ്ങനെ അധിക്ഷേപിക്കുന്നതിനോടൊന്നും ഒരു യോജിപ്പും ഇല്ലാത്ത ആളാണ് ഞാൻ. അത്തരത്തിലുള്ള സമരം ചെയ്യുന്നവർ അധിക്ഷേപിച്ചാലൊന്നും ഈ സമരത്തിൻ്റെ തീവ്രത കൂടുകയല്ലാതെ കുറയും എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നില്ല. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ അഭിലാഷേ 2016 നിന്ന് 2021 എത്തുമ്പോൾ അവർക്ക് എത്രയാണ് 6,000 രൂപയാണ് ആവുന്നത്. 5 വർഷം കൊണ്ട് ഓരോ വർഷവും കൂടി വരുന്നത്. 2016 ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ 2023 ഡിസംബറിലാണല്ലോ വീണ്ടും 1,000 കൂടെ വരുന്നത്. അപ്പോൾ ആ 23 ഡിസംബർ വരെയുള്ള കാലയളവിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് ഇവർ സമരം ചെയ്യുമ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാനും അതിവിടെ ആവർത്തിക്കേണ്ടതില്ലെങ്കിലും താങ്കളത് ചോദിക്കുന്നതുകൊണ്ട് വീണ്ടും പറയേണ്ടി വരികയാണല്ലോ. അത് ഇപ്പോൾ ഇവിടെ എല്ലാവരും ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ സംസാരിച്ചു, ബാക്കിയുള്ളവർ സംസാരിക്കാനിരിക്കുന്നു. അപ്പോൾ ഒന്ന് പറയണം, എനിക്കും ഒരു സജഷൻ ഉള്ളതാണ്. LDFിൻ്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെ 700 രൂപ ഇവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളതായി ഇവർ ആവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആ പ്രകടന പത്രികയിലെ വാചകം ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. ഞാൻ വായിച്ചിട്ട് എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല. എനിക്ക് വായിക്കാനും സാധിച്ചിട്ടില്ല. ഇവരങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ ചർച്ചയിൽ വളരെ നന്നാകുമായിരുന്നു. കാരണം ഇവരെ എന്തിനാണ് അത്തരത്തിലുള്ള സാങ്കേതികത്വത്തിൽ പിടിക്കുന്നത്? ആശാ വർക്കർമാരും അംഗൻവാടി തൊഴിലാളികളും അടക്കമുള്ള സ്കീം വർക്കർമാരുടെ വേതനം, ഞാൻ പറഞ്ഞോട്ടെ, അവരുടെ ഓണറേറിയം ഉയർത്തും എന്ന് LDF 5 കൊല്ലം മുമ്പ് 4 കൊല്ലം മുമ്പ് വാഗ്ദാനം നടത്തിയിട്ടുണ്ടല്ലോ. അത് 1000 രൂപയെ കൂട്ടിയിട്ടുള്ളൂ. താങ്കൾ തന്നെ സമ്മതിച്ചു. ജീവിത ചെലവ് ഈ പറഞ്ഞ 4 കൊല്ലം കൊണ്ട് എത്ര ഉയർന്നിട്ടുണ്ട്? ഇവർ ചെയ്യുന്ന ജോലിയുടെ ആഴം എത്രയാണ്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇടതുപക്ഷം എന്ന മേലങ്കിയൊന്നും ഇല്ലാത്ത സർക്കാരുകൾ ചെയ്യുന്ന അത്രയെങ്കിലും ചെയ്യണ്ടേ? അത് കേന്ദ്ര സഹായം ഉള്ളതുകൊണ്ടല്ലോ. വെസ്റ്റ് ബംഗാൾ സർക്കാർ 5 ലക്ഷമായി അവരുടെ ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ച കടലാസാണ് എൻ്റെ ഇരിക്കുന്നത്. സർക്കാർ ഉത്തരവാണ്, മമതാ ബാനർജിയുടെ ഉത്തരവാണ്. ഹരിയാന സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ആന്ധ്രാപ്രദേശ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി സംബന്ധിച്ച്, സോഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചൊക്കെ വലിയ വായ്ത്താരി മുഴക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് അടിസ്ഥാന ആനുകൂല്യങ്ങൾ ഈ വിഭാഗത്തിന് കൊടുക്കാത്തതെന്ന ചോദ്യം വരുമ്പോൾ ഞങ്ങളാണ് ഒന്നാം നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ അഭിലാഷേ. താങ്കൾ നമ്പറിന്റെ കാര്യമൊന്നും ഞാൻ എന്നോടുള്ള ചോദ്യത്തിന് ഞാൻ മര്യാദയ്ക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളെ പറയൂ. ഈ ചർച്ചയിൽ ഏത് ചർച്ചയിലും താങ്കൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇവിടെ പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്തവരല്ല സമരം ചെയ്യുന്നത്. സമരം ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ മുഴുവൻ വസ്തുതകളും അറിയുകയും ചെയ്യാം. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സമരത്തിലൂടെ മുൾമുനയിൽ നിർത്തി ഓണറേറിയം വർദ്ധിപ്പിച്ച് കളയാം എന്നുള്ള നിലപാടിലേക്ക് സമരസമിതി നേതാക്കളും അവരുടെ പിന്നിൽ നിൽക്കുന്ന മറ്റു പലരും നിരന്തരം എന്ന പോലെ പ്രസ്താവനകൾ ഇറക്കുകയും മറ്റു തരത്തിലുള്ള പ്രഷറുകൾ കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാവരും കാണുന്നതാണ്, നമ്മളൊക്കെ കാണുന്നതാണ്. സ്ട്രൈറ്റ് മറുപടി പറഞ്ഞാൽ താങ്കൾ പറയുന്നു ഓണറേറിയം ഉയർത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് പറഞ്ഞല്ലോ. ഒരു സെക്കൻഡ്, ഓണറേറിയം ഉയർത്താൻ വേണ്ടി സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന് പറഞ്ഞല്ലോ.
അപ്പോ ഓണറേറിയം ഉയർത്തേണ്ട ഒരു കാര്യമാണല്ലോ. കഴിഞ്ഞ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 6000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ സർക്കാർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള അതേ തുകയെങ്കിലും, അങ്ങനെയാണെങ്കിൽ ഇത് 12000 13,000 ഒക്കെ ഓണറേറിയം തന്നെയാവും. 10,000 സംസ്ഥാന സർക്കാരിന് കൊടുക്കാലോ ഓണറേറിയമായിട്ട്. അപ്പോൾ ഓണറേറിയം ഉയർത്തണമെന്ന് ഇവർ സമ്മർദ്ദം ചെലുത്തിയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഈ സർക്കാർ 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2023 കഴിഞ്ഞ അതാണ് പറഞ്ഞത്. 2023 ഡിസംബറിൽ ബാക്കിയുള്ള വർധന ഉടനെ വരുന്നുണ്ട് അഭിലാഷേ. അതിന്റെ തീയതിയും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വരുന്നുമുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വരുന്നത് അതല്ലല്ലോ. ഇതെല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണോ അതെല്ലാം ശരിയാണ് എന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാനാണല്ലോ എപ്പോഴും ശ്രമം. ഈ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ഈ പദ്ധതി തുടങ്ങിയതിന് ശേഷം പിന്നെ ഇപ്പോഴത്തെ യൂണിയൻ ഗവൺമെൻറ് ഒരു പ്രാവശ്യമെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്? ആ 10 വർഷം മാത്രം നോക്കിയാൽ മതി. ഈ 10 വർഷത്തിനിടയ്ക്ക് ഈ ഇൻസെൻറ്റീവ് ഒരു പ്രാവശ്യമെങ്കിലും വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അതേസമയം സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ 7000 രൂപയെങ്കിലും ഓണറേറിയമായിട്ട് ഫിക്സഡ് ആയിട്ടുള്ളത്. അത് വസ്തുതയാണല്ലോ. ബാക്കി വർദ്ധിപ്പിക്കണം എന്ന് താങ്കൾ പറയുന്ന കാര്യത്തിനോട് പരിപൂർണമായി യോജിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു തർക്കവും എനിക്കില്ല. അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും വൈകാതെ. ഈ സമരത്തിന്റെ ഒക്കെ ഒരു പ്രസക്തി ഞാൻ അതുകൂടി പറയാണ്. അങ്ങ് തന്നെ സമ്മതിച്ചു, ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് വേരിയബിൾ ആയിരുന്ന ഈ ഓണറേറിയം ഫിക്സഡ് ആയിരുന്നു. അതായത് 7000 രൂപ എന്നുള്ളത് ഫിക്സഡ് ആയി മാറിയത് ഇപ്പോഴാണെന്ന് അങ്ങ് സമ്മതിച്ചല്ലോ. 1 2 3 മാസമായി മുടങ്ങിക്കിടന്ന ഈ ഓണറേറിയത്തിന്റെ കുടിശ്ശിക കൊടുത്തതും ഇപ്പോഴാണ്. ഈ അർബൻ നക്സലൈറ്റുകൾ എന്നൊക്കെ ആക്ഷേപിക്കുന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചല്ലോ. ആ ആക്ഷേപിക്കുന്ന ആളുകൾ ഈ സെക്രട്ടേറിയറ്റിന്റെ നടക്ക് സമരം തുടങ്ങിയതിന് ശേഷമാണ് ഈ നിങ്ങളുടെ 7000 എന്നുള്ളത് ഫിക്സഡ് ആയി മാറിയതും 3 തവണത്തെ കുടിശ്ശിക കൊടുത്തതും. അത് അംഗീകരിക്കുമല്ലോ അല്ലേ? വസ്തുതയാണ്. അല്ലാതെ ഈ ചെയ്ത കാര്യങ്ങൾ സമരം വഴിയാണെന്ന് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും നാണക്കേടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അത് അവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് തന്നെ അംഗീകരിക്കുന്നേ. തെറ്റെന്താ അഭിലാഷേ? അങ്ങനെ അംഗീകരിക്കുന്ന തെറ്റുമല്ലോ ഉണ്ടോ? അല്ല, അത് ആ സമരത്തിന്റെ പക്ഷെ ചെയ്യാവുന്ന കാര്യത്തിന് പരിധിയുണ്ട്. ആ പരിധിയെ കുറിച്ചേ പറയുന്നുള്ളൂ. നല്ല കാര്യമായി എടുക്കണം. സമരത്തെ ആക്ഷേപിക്കരുത്. ഈ സമരം ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ പലരും 90% ആശമാരും മറ്റ് യൂണിയനുകളിൽപ്പെട്ടവരാണ്. ഈ സമരം എന്തോ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ സമരമാണെന്നാണല്ലോ പറയുന്നത്. ഈ സമരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന ഒരു അടിസ്ഥാന വസ്തുത, ഇപ്പോഴത്തെ വസ്തുത പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വേണ്ടി ശ്രീമതി എസ് ശാലിനി, തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. മിനിമം കൂലിക്ക് സമാനമായ വിധത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന കാര്യം ശരിയായിട്ടുള്ള കാര്യമാണ്. വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും ഗ്രാറ്റുവിറ്റിയും വേണം എന്ന ആവശ്യവും ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നു, സ്വാഗതാർഹം തന്നെ. അതേപോലെ തന്നെ ഇൻസെൻറ്റീവുകളുടെ കാര്യത്തിൽ ഫിക്സഡ് ഇൻസെൻറ്റീവ് ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് 3000 പ്രഖ്യാപിച്ചത് തന്നെ, 2000 + 1000 എന്നുള്ള നിലയിൽ അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിങ്ങൾക്കില്ലേ? മറ്റ് ഇൻസെൻറ്റീവുകൾ, ഇതര ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കണം എന്നൊരാവശ്യവും നിങ്ങൾക്കില്ലേ? സമരം മുഴുവൻ സംസ്ഥാന സർക്കാരിനോടാണോ? ഈ ഇൻസെൻറ്റീവ് 1 രൂപ പോലും കൂട്ടാതെ സുരേഷ് ഗോപി 3 തവണ സമരപ്പന്തൽ വരുമ്പോഴും നിങ്ങൾ സന്തോഷപുളകിതരാവുന്നതും കയ്യടിക്കുന്നതുമൊക്കെ ഈ സമരം സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമായതുകൊണ്ടാണോ? തീർച്ചയായും. ആദ്യം ഒരു കാര്യം പറയാം സാർ, സുരേഷ് ഗോപി സാറ് വരുമ്പോൾ ഞങ്ങൾ സന്തോഷപുളകിതരായതൊന്നും, അത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, കൂടാതെ കേന്ദ്രമന്ത്രിയുമാണ്. അപ്പം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു ജനസമ്മതനായ ഒരാളാണ്, സിനിമാ നടൻ എന്ന നിലയിലും. ആ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് തരിക. ഇനി ഫുട്ബോൾ തട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളതല്ല ആശാ വർക്കേഴ്സ് എന്ന് രണ്ടാളും മനസ്സിലാക്കുക. കേന്ദ്ര ഗവൺമെൻറ് NHM വഴി ഒരു ഹ്യൂജ് ഫണ്ടാണ് നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ നടത്തിപ്പിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഞങ്ങൾ ഇപ്പോൾ സമരത്തിലേക്ക് നയിച്ചത് തന്നെ ഞങ്ങളുടെ 3 മാസത്തെ ഇൻസെൻറ്റീവ് ഓണറേറിയം മുടങ്ങിക്കിടന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ പലരുടെയും വീടുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും ഉണ്ടായതിൻ്റെ പേരിലാണ് ഞങ്ങൾ സമരത്തിലേക്ക് വന്നത്. ഇത് ആദ്യമായിട്ടല്ല സർ, പലപ്പോഴും വർഷത്തിൽ 3 തവണ സമരം ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ 1 വർഷത്തേക്കുള്ള ഇൻസെൻറ്റീവ് ഓണറേറിയം സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ ഫണ്ട് നേരത്തെ കൊടുത്തു കഴിഞ്ഞു എന്ന്, ഇവിടെ ചോദിക്കുമ്പോൾ പറയും ഫണ്ട് വന്നിട്ടില്ല എന്ന്. ഞങ്ങളത് ആരെ വിശ്വസിക്കും? ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാക്പോരുകളാണ്. അത് പാർലമെൻറ്റ് തലത്തിലും നിയമസഭയ്ക്കുള്ളിലും ഒക്കെയും പൊതുജനവും നിങ്ങൾ മീഡിയാസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളിന്ന് 30 ദിവസമായി സർ. 30 ദിവസത്തിനിടയിൽ ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കഴിഞ്ഞതിൽ അത് ഞങ്ങൾ സന്തോഷമുണ്ട്. ഞങ്ങളത് സന്തോഷിച്ചു. ശരി തന്നെ. അങ്ങനെ വരുമ്പോൾ 3000 രൂപയുള്ള ഫിക്സഡ് ഇൻസെന്റീവ് 5000 ആക്കിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ 2000 രൂപ അധികം കിട്ടും.
സർ, ഇപ്പോൾ അവിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സാറുമായി ശ്രീ സുരേഷ് ഗോപി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കേന്ദ്രത്തിൽ നൽകുന്ന ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കുമെന്നൊരു വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. കാരണം ഞങ്ങൾ ഈ 30 ദിവസം രാവും പകലും സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയോ മറ്റാരെങ്കിലുമോ ഞങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവർ ഞങ്ങളെ പൊരിവെയിലത്തും പെരുമഴയത്ത് ഇരുത്തിയവരാണ്. ഞങ്ങൾ പെരുമഴയത്ത് ടാർപ്പ് കൊണ്ട് മൂടിയിരുന്നപ്പോൾ ആ വെളുപ്പാൻ കാലത്ത് ഞങ്ങൾ ആ ടാർപ്പ് മാറ്റി, അവരുടെ പോലീസിന് ഉപയോഗിച്ച ടാർപ്പ് മാറ്റി ഞങ്ങളുടെ രജസ്വലകളായ സ്ത്രീകളെ മഴയത്തിരുത്തിയ സർക്കാരാണ് ഞങ്ങളുടെ കേരള സർക്കാരും ഞങ്ങളുടെ ആരോഗ്യമന്ത്രി. ഇവർക്ക് ഇതെങ്ങനെ കഴിഞ്ഞു എന്ന് ഒന്നുമല്ലെങ്കിൽ ഞങ്ങൾ സ്ത്രീകളല്ലേ, ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പന്തൽ കെട്ടിയവരല്ല. ആ പെരുമഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങളൊന്ന് ഉറങ്ങി കിടക്കുന്നവരെയാണ്. ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയാണ് മഴ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളിന്ന് ടാർപ്പ് ക്ലിപ്പ് ചെയ്തത്. അത് ഞങ്ങൾ കെട്ടിയിരുന്ന ബാനറിലാണ്, കമ്പിയുടെ ആ സ്റ്റാൻഡിലാണ് ഒന്ന് ക്ലിപ്പ് ചെയ്തത്. അതുവരെ പോലീസ് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞങ്ങൾ കിടന്ന ഒരു അരണ്ട മയക്കത്തിലേക്ക് പോയപ്പോഴാണ് ഇവിടെ ആരാ ഇതിൻ്റെ ഇടയിലുള്ളത്, ഇവിടെ ആളുണ്ടോ എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തും പോലെ വന്ന് അതെല്ലാം അഴിപ്പിച്ച് മാറ്റിയേ പറ്റുള്ളൂ. ഒന്ന് മനസ്സിലാക്കണം സർ, ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പാർട്ടിക്കാരെല്ലാം സ്റ്റേജ് കെട്ടുന്നത് റോഡ് വരെ കയ്യേറിയാണ്. അവരുടെ സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തുന്നവരെ റോഡിലാണ്. എന്നിട്ടാണ് ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ അവിടെ പെരുമഴയത്ത് മഴ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ടാർപ്പ് അഴിച്ചു മാറ്റിയത്. അത് ഒരു സ്ത്രീക്കും ഒരു പൊതുസമൂഹത്തിലുള്ള ആർക്കും തന്നെ അത് അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എനിക്കും പറ്റത്തില്ല. ഞാനൊക്കെ ആ മഴ നനഞ്ഞ വ്യക്തിയാണ്. പിന്നെ ഞങ്ങളുടെ കേന്ദ്ര ഇൻസെൻറ്റീവ് 17 വർഷക്കാലമായിട്ട് അവർ ഇൻസെൻറ്റീവ് ഒന്നും വേറെ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ഫിക്സഡ് ഇൻസെൻറ്റീവിലേക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഈ നവംബർ മുതൽ വന്നതാണ്. അത് എല്ലാ ആശമാർക്കും കിട്ടിയിട്ടുമില്ല. അതൊക്കെ ഓരോ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ് ആശയ്ക്ക് കിട്ടുന്നത്. പിന്നെ സാർ ഇവിടെ പറഞ്ഞതുപോലെ 13,000 രൂപ എന്നത് ഒരാശയ്ക്കും കിട്ടുന്നതല്ല. എല്ലാ ആശമാർക്കും 13,000 കിട്ടുന്നില്ല. ചില വാർഡുകളിൽ ഒരാശ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവിടെ കൂടുതൽ ഗർഭിണികളെ കിട്ടാം, കൂടുതൽ കുട്ടികളെ കിട്ടാം, മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിക്കാം. ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ എൻ്റെ വാർഡ് എന്ന് പറയുന്നത് PTP വാർഡാണ്. അവിടെ 5 ആശമാരുണ്ട്. ഞങ്ങളുടെ അവിടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. എനിക്ക് തന്നെ 2000 സംതിങ് പോപ്പുലേഷൻ ഉണ്ട്. ഈ ഡിസംബറിലെ മൊത്തം ആനുകൂല്യം സംബന്ധിച്ചൊരു കണക്ക് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് 13,000 മുകളിൽ 1097 ആശമാർക്ക് കിട്ടി. 21,900 ആശമാർക്ക് 10,000-നും 13,000-നും ഇടയിൽ കിട്ടി. 1,824 ആശമാർക്ക് 7,000-നും 10,000-നും ഇടയിൽ കിട്ടി. 87 ആശമാർക്ക് 7,000-ന് താഴെയാണ് കിട്ടിയത് എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ സാർ, ഈ ജനുവരിയിൽ ഇവരിങ്ങനെ കണക്ക് വെക്കുമ്പോൾ ഈ ജനുവരിയിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഇൻസെൻറ്റീവ് 4,050 രൂപയായിരുന്നു. ആ ഇൻസെൻറ്റീവിൽ എനിക്ക് 3,500 എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ. ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടാറില്ല. കുറച്ച് പേർക്ക് കിട്ടും, കുറച്ച് പേർക്ക് കിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ സർക്കാരിനോട് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളൊരു അഭ്യർത്ഥന പറഞ്ഞു, 21,000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കാമെങ്കിൽ ഞങ്ങൾ ഇൻസെൻറ്റീവുകളും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഈ മിനിമം കൂലി 700 രൂപ വെച്ച് 21,000 ആയ ഞങ്ങൾ എല്ലാവർക്കും ചെയ്യാം. ഞങ്ങൾ ഇപ്പോഴും ഫീൽഡിൽ പോകാൻ റെഡിയായി നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ പാലിയേറ്റീവ് പേഷ്യൻസും ഗർഭിണികളും കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ സമരത്തിലാണെങ്കിൽ പോലും ഫോൺ മുഖാന്തരം അവർക്കത് എവിടെ പോകണം, ആ സേവനം എങ്ങനെ ലഭ്യമാക്കും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ടുകളൊന്നും കൊടുക്കുന്നില്ല. പണിമുടക്കിയ സമരത്തിലാണെങ്കിൽ പോലും ജനങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ അടുപ്പത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അവർ പറയുന്നത് ഈ സമരം ഒത്തുതീർപ്പായി നിങ്ങൾ നല്ലൊരു വേതനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരാവൂ. ചേച്ചി അറിയത്തില്ല, വെറും 232 രൂപയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് കഷ്ടമാണ്. അവരൊക്കെ വിചാരിച്ചത് ഞങ്ങൾക്കൊരു 10-20,000 രൂപയിൽ കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. കാരണം സർക്കാർ ജോലിയാണ്. ജനം അങ്ങനെയാണ് കരുതുന്നത്. ഞങ്ങൾ പോകുമ്പോഴേ സാറേ, ഞങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിലും കിട്ടുന്ന പൈസയ്ക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ച് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നവരാണ്. ഞങ്ങളുടെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കുമ്പോഴും മറ്റുള്ളവരുടെ വിഷമം കേൾക്കാൻ പോകുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പോകുന്നുണ്ടോ ഒന്നൊന്നും ഈ ജനങ്ങൾക്കും അറിയത്തില്ല, സർക്കാരിനും അറിയത്തില്ല. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇന്ന് ഹാരിസ് ബീരാന്റെ ചോദ്യത്തിന് മറുപടിയായി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 1388 രാജ്യസഭയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ആശ റിസീവ് എ ഫിക്സഡ് മന്ത്ലി ഇൻസെൻറ്റീവ് ഓഫ് Rs 2,000 പെർ മന്ത് ഇൻ ദ കൺട്രി എന്നാണ്. രാജ്യത്താകെ 2,000 രൂപയാണ് ഫിക്സഡ് മന്ത്ലി ഇൻസെൻറ്റീവ്. പിന്നെ ഒരു 1,000 രൂപ അതിൻ്റെ കൂടെയുള്ള അഡീഷണൽ ബെനിഫിറ്റ് കൂടിയുണ്ട്. അങ്ങനെ ആകുമ്പോൾ 3,000 രൂപ. ബാക്കിയൊക്കെ സംസ്ഥാനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള, ഇതും സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉള്ളതാണ് കേട്ടോ, ഉള്ള പണമാണ്. ഇതൊരു ദേശീയ വിഷയം എന്നുള്ള നിലയിൽ ഗൗരവത്തോടു കൂടിയാണോ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്? ഇതിപ്പോൾ ഇവിടുത്തെ പ്രശ്നം നിശ്ചയമായും കേരളത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനപ്പുറത്ത് ഈ ഭരണകക്ഷി MP-മാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വളരെ ശോചനീയമായ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഇത്രയധികം ആളുകൾ ഈ രാജ്യത്ത് പണിയെടുക്കുന്നു എന്നുള്ളത് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണല്ലോ.
തീർച്ചയായിട്ടും അഭിലാഷ്, തീർച്ചയായിട്ടും. കാരണം 2 പതിറ്റാണ്ടാകുമ്പോഴും ഇവർക്ക് അന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അതേ ഇൻസെൻറ്റീവ്, അതേ സ്കീമിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവരുടെ ജോലിഭാരം വർദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. ജീവിത സാഹചര്യം കുറേ കൂടി ദുസ്സഹമായിട്ടുണ്ട്. രാജ്യത്തെ വിലക്കയറ്റം, രാജ്യത്തെ ജീവിത സാഹചര്യങ്ങൾ എല്ലാ തരത്തിലും ആളുകൾക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതിൽ അനുയോജ്യമായിട്ടുള്ള കാലാനുഗതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് തന്നെയാണ്. കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാനിപ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ സമരം ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഈ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് പുറത്ത് ഈ ആശാ വർക്കർമാർ ഇവർ എത്രത്തോളം മോശപ്പെട്ടവരായിട്ടൊക്കെ CIT-കാരും CPM-കാരും ചിത്രീകരിച്ചാലും ഇവരുടെ ഈ സമരം കൊണ്ട് ഈ രാജ്യം മുഴുവനുള്ള ആശാ വർക്കർമാർക്ക് വലിയ നേട്ടം കിട്ടുന്ന സാഹചര്യം വരികയാണല്ലോ. കാരണം കേന്ദ്രത്തിൻ്റെ മന്ത്രിമാർ പോലും മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോലും ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നു. അപ്പോൾ ഇത്രയും നാൾ പലകത്ത് വരെ മുഴങ്ങുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സമരം ഇതുവരെ വിജയമാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കേരളത്തിലെ സർക്കാർ കൊടുക്കാനുണ്ടായ ഓണറേറിയത്തിന്റെ കുടിശ്ശിക കൊടുത്തു തീർത്തത്. 7000 എന്നുള്ള ഓണറേറിയം നിജപ്പെടുത്തി കൊടുത്തത്. അതുപോലെ കേന്ദ്രമന്ത്രിമാർ വരെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ഈ സമരപ്പന്തലിൽ പങ്കെടുക്കുകയും അവർ വരുമ്പോൾ അവരെ പോലുള്ള ആളുകൾ വന്ന് സന്ദർശിക്കുമ്പോൾ ഈ സമരക്കാർക്ക് സന്തോഷം ഉണ്ടാകുന്ന പല രീതിയിലാണ്. ഇപ്പോൾ ഈ ആശാ വർക്കറുടെ പ്രതിനിധിയായിട്ടുള്ള ശാലിനി സംസാരിച്ചപ്പോൾ ഞാൻ ഈ 30 ദിവസവും ഇവരുടെ പ്രതിനിധികൾ സംസാരിക്കുന്ന എല്ലാ ചാനലുകളിലും ഞാൻ കേൾക്കാറുണ്ട്. കാരണം എത്ര ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടെയാണ്, AK ബാലൻ പറഞ്ഞ ക്ലാരിറ്റി അല്ല ഞാൻ പറഞ്ഞത്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവരുടെ രാഷ്ട്രീയ വിഷയം, അവരുടെ സമര വിഷയം അവർ പറയുന്നത്. ഓരോ ദിവസവും ഓരോ പ്രതിനിധികൾ വരുന്നു. ഇത്രത്തോളം കൃത്യമായിട്ട് വസ്തുതകളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർക്ക് പോലും കഴിയാത്തത് കൊണ്ടാണ് അവരെ പോലുള്ള ആളുകൾ, അവരുടെ ചാനൽ ചർച്ചാ പ്രതിനിധികൾ ഇന്നത്തെ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ അവർക്ക് ധൈര്യമില്ലാതെ വരുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഇവരുടെ സമരം വിജയമാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താ? ഒന്ന്, സർക്കാരിന്റെ നയം. 2, സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ നാക്ക്. സർക്കാരിന്റെ നയങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഇവരുടെ പ്രകടന പത്രികയിൽ 700 രൂപയാക്കാമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് CPM-ന്റെ നേതാക്കന്മാർ പറയണം. അതുപോലെ 2014 കേരളത്തിന്റെ നിയമസഭയിൽ എളമരം കരീം എന്ന് പറഞ്ഞ ഇടതുപക്ഷ MLA 10,000 രൂപ മിനിമം ഓണറേറിയം ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയണം. 10 വർഷം കഴിയുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ എളമരം കരീം ഉൾപ്പെടെ നിന്നിട്ടാണ് ഈ ആശാ വർക്കർമാരെ ആക്ഷേപിക്കുന്ന എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ CIT-യും CPM-ഉം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരം ചെയ്തു എന്നുള്ളതിന് മറുപടി പറയണം. ഇനി ഇവർ പറയുന്നത് ഞങ്ങൾ 7000 ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന്. സംസ്ഥാന സർക്കാരിന് ഓണറേറിയം കൂട്ടാൻ വകുപ്പില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ സർക്കാർ 7000 ആക്കി വർദ്ധിപ്പിച്ചത്? ഇവർക്ക് അതിനുള്ള അധികാരമില്ലെങ്കിൽ എങ്ങനെ 7000 ആക്കി? സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ജോലി ഭാരം 10 മടങ്ങ് ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി സംസ്ഥാനത്തെ ആശാ വർക്കർമാരെ അവരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കണമെന്നുള്ള അവകാശം, ആ ആവശ്യം കേരളത്തിലെ CPM-നുണ്ടോ CIT-നുണ്ടോ? ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിലെ സർക്കാർ എന്തുകൊണ്ടാണ് സർക്കുലർ ഇറക്കി ഇവരെ ഭീഷണിപ്പെടുത്തുന്നത്? സമരം ആശാ വർക്കർമാരെ സർക്കുലർ ഇറക്കി ഭീഷണിപ്പെടുത്തുന്നതും അവരെ സമരത്തിന് പോകുന്ന ആളുകളെ വണ്ടി പോകുന്നത് തടയുകയും ചെയ്യുന്നത് ഒരു ഇടത് ബോധത്തിന് ചേർന്നതല്ല. അതിനപ്പുറത്ത് ഈ സമരക്കാർ മഴയത്ത് കുതിർന്നിരിക്കുമ്പോൾ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കീറുന്ന പോലീസ് ഏമാന്മാരടക്കം ഈ സർക്കാരിന്റെ ആഭ്യന്തര നടപടികൾ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം മ്ലേച്ഛമായിട്ടുള്ളത് എന്ന് പറയണം. ഇത്രത്തോളം അശ്ലീലം, സമരങ്ങൾക്ക് നേരെ നടത്തുന്ന അശ്ലീലമാണ് എന്ന് നമ്മൾ പറയണം. കാരണം കേരളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇടത് ബോധമുള്ള ഒരു സമൂഹമാണ് കേരളത്തിൽ. ഈ ഇടത് ബോധമുള്ള സമൂഹത്തിന്റെ മുമ്പിൽ സമരക്കാർ മഴ നനയാതിരിക്കാൻ വേണ്ടി കെട്ടിയ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇടത് ബോധത്തിന് മേൽ നൽകുന്ന ഒരു അശ്ലീലമായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ. ഇനി അതിനപ്പുറത്ത് എതിർ സമരം നടത്തിക്കൊണ്ട് ആശാ വർക്കർമാരുടെ സമരം പൊളിക്കാൻ നോക്കുന്ന CIT-ന്റെ നടപടി, ഇതൊക്കെ ഈ സർക്കാരിന്റെ നയപരിപാടികളുമായി കാണണ്ട. ഇനി നാക്കൊന്ന് നോക്കണ്ടേ? സാംക്രമിക രോഗം പരത്തുന്ന കീടമെന്ന് സമരക്കാരെ വിളിക്കുന്നു. അതുപോലെ സുരേഷ് ഗോപിയുടെ ഉമ്മ കിട്ടിയോ എന്ന് ചോദിക്കുന്നു. കുറ്റിച്ചൂല് സംഘടനയാണെന്ന് പറയുന്നു. മാധ്യമങ്ങളുടെ ക്യാമറയും മൈക്കും കാണുമ്പോൾ ഇവർക്ക് ഖരമാണെന്ന് പറയുന്നു. അനാവശ്യ സമരമാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നവരാണെന്ന് ധനകാര്യമന്ത്രി പറയുന്നു. പാട്ടപ്പിരിവുകാരെന്ന് CIT നേതാക്കന്മാർ പറയുന്നു. അരാജക സമരമെന്ന് CIT-ന്റെ നേതാക്കന്മാർ പറയുന്നു. ഈർക്കിൾ സംഘടനയെന്നും CIT എന്ന സമര സംഘടന പറയുന്നു. അതുപോലെ ആരോഗ്യമന്ത്രിയുടെ ആ ആഫീസിലെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ കാണാതെ പോയത് ഇനിയെങ്കിലും ഈ 30-ാം ദിവസമെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലെ ഈ സമരക്കാരെ ആട്ടിപ്പായിച്ച ആ മഹാൻ ആരാണെന്ന് കൂടി കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ പറയണം. എന്നിട്ട് വേണം ഇവർ 232 രൂപ കിട്ടുന്ന ആളുകൾ അത് വർദ്ധിപ്പിക്കണമെന്ന് സമരം ചെയ്യുമ്പോൾ 7500 രൂപ പ്രതിദിനം കിട്ടുന്ന ആളുകൾക്ക് 13,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സർക്കാരിന്റെ നയങ്ങളെ ഇഴകീറി പരിശോധിക്കാനുള്ള ശേഷി, ചർച്ച ചെയ്യാനുള്ള ശേഷി കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഉണ്ടാകണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നോക്കൂ ശ്രീ M. ജയചന്ദ്രൻ, സുരേഷ് ഗോപി ഇന്ന് ആ സമരപ്പന്തലിൽ പോയി, മുമ്പും ആ സമരപ്പന്തലിൽ പോയിട്ടുണ്ട്. വീണ ജോർജ് തിരുവനന്തപുരത്താണല്ലോ താമസിക്കുന്നത്, പിണറായി വിജയൻ തിരുവനന്തപുരത്താണല്ലോ താമസിക്കുന്നത്.
ഈ സമരത്തിന്റെ മുമ്പിലൂടെ ദിവസം ഒരു 3 തവണയെങ്കിലും അവർ യാത്ര ചെയ്യുന്നുണ്ടാവുമല്ലോ. സ്ത്രീകളല്ലേ, ഒരു ദിവസം ഒരു തവണ ഒന്ന് ഇറങ്ങി അവരോടൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ഞാൻ കേൾക്കാം എന്ന ഒരു മനോഭാവമെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അവരെ എന്തൊക്കെ പുലഭ്യമാണ് പറഞ്ഞതെന്ന് ഇവിടെ ജിൻഡോ പറഞ്ഞു. അപ്പോൾ ഒരു ജനകീയ സർക്കാർ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സർക്കാർ പ്രാഥമികമായ എന്തെങ്കിലും ഇവരെ ഒന്ന് പരിഗണിക്കുക, മനുഷ്യരാണെന്ന് പരിഗണിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ ആദ്യമേ അഭിലാഷെ പറഞ്ഞത്. അത് സമരക്കാർ അങ്ങോട്ട് പോയി ചർച്ച നടത്തിയ കാര്യത്തെ കുറിച്ചല്ലേ? ഇല്ലല്ലോ, സമരപ്പന്തലിൽ പോയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇത് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സമരമല്ലല്ലോ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് മുമ്പുള്ള സമരം. ഒരുപാട് സർക്കാരുകൾ ഭരിച്ചപ്പോൾ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഭരണാധികാരികൾ അവരുടെ വാഹനങ്ങൾ നിർത്തി സമരക്കാരെടുത്ത് ചെന്ന് ആശ്വസിപ്പിച്ച് ഞാനില്ല ശരിയാക്കി തരാം എന്ന് പറയുന്ന പതിവൊന്നും ഒരു സമരത്തിലും കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം മാത്രം അത് വേണം, തൊഴിലാളികൾക്ക് സർക്കാർ ആയതുകൊണ്ട് വേണം എന്ന് പറയുന്നതിൽ ഭരണപരമായ കാര്യം വേറെ. അതിനെ അങ്ങനെയല്ലേ കാണേണ്ടത്. സമരക്കാരുന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോട് സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ ഓക്കെ, അവിടെയാണ് പ്രശ്നം. ഇപ്പോഴും ജിൻഡോ ജോൺ പറയുന്നത് എന്താണ്, 700 രൂപയെന്ന് അതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്ര പ്രകടന പത്രികയിൽ. ഞാനതാണ് ചർച്ചയിൽ ആദ്യം പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കാൻ പറയണമെന്ന്. അദ്ദേഹം അത് വായിക്കാതെ അങ്ങ് പറയുകയാണ്. ആയിക്കോട്ടെ, ഞാൻ ആ തർക്കത്തിലേക്ക് പോയി സമയം കളയേണ്ടതില്ലാത്തതുകൊണ്ടാണ്. ഈ 700 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. സ്റ്റേറ്റ് ഗവൺമെന്റിനോ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. അവരുടെ ആവശ്യം അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരുമാണ്. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് JP നദ്ദ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് അവരെ ഒന്ന് അഡ്രസ് ചെയ്യാനെങ്കിലും, ഇപ്പോൾ 21,000 രൂപ ഓണറേറിയം ആയി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലായിരിക്കും സർക്കാരിനെ സംബന്ധിച്ച്. പക്ഷേ അവരോടൊന്ന് സംസാരിക്കാമല്ലോ, എത്ര കൊടുക്കാൻ കഴിയും എന്ന് പറയാമല്ലോ. രണ്ട് കൂട്ടർക്കും കൂടി, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കൂടി ആകെ എത്ര കൊടുക്കാൻ പറ്റും എന്നൊരു സമീപനമൊക്കെ സ്വീകരിക്കാമല്ലോ. അതൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ സമരം ചെയ്ത വനിത സൂചിപ്പിച്ചത് കേട്ടില്ല, അവർ മഴ നനയാൻ വേണ്ടി ഒരു ടാർപോളിൻ കെട്ടിയതിനെ വരെ അഴിപ്പിച്ച, അവരെ വെയിലത്തും മഴയത്തും കിടത്തിയിരിക്കുന്ന ഒരു സർക്കാരാണ്. ഒരു തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ എന്ന് പറയുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അവിടുത്തെ മൗലികമായ പ്രശ്നം. അല്ല, ഇവിടെ പിന്നെ സമരസമിതിയുടെ പ്രതിനിധിയായിട്ട് ചർച്ച പങ്കെടുക്കുന്ന ശാലിനി എന്താണ് പറഞ്ഞത് അഭിലാഷെ? 700 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്നാൽ ഞങ്ങൾക്ക് പിന്നെ വേറെ ഇൻസെൻറ്റീവും ഒരു കാര്യങ്ങളും തരേണ്ടതില്ല, ഞങ്ങളതുകൊണ്ട് തൃപ്തരാകുമെന്നേ എന്ന് തന്നെയാണ് പറഞ്ഞത്. അവിടെ ആ പോയിന്റ് എന്താണ് ചർച്ചയിലേക്ക് പോകാത്തത്? അവിടെ ചർച്ചയില്ല, ഒരിക്കലും ചർച്ചയില്ല. കാരണം അതാരാണ് ചെയ്യേണ്ടത്? അപ്പം 60-40 ആണ് ഇവരുടെ ശമ്പളത്തിൻ്റെ ഇൻസെൻറ്റീവിൻ്റെയൊക്കെ അനുപാതം. ആയിക്കോട്ടെ, 60-40 തന്നെ വരട്ടെന്നേ. 60% 700 രൂപ വെച്ച്, പ്രതിദിനം 700 രൂപ വെച്ച് 21,000 രൂപ. അത് 60% സെൻട്രൽ ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റും. തീരുമാനം എടുക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റാണോ തീരുമാനം എടുക്കേണ്ടത്? അത് യൂണിയൻ ഗവൺമെൻറ്റല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അത്തരം ഇപ്പം അവർ സമരസമിതി പ്രതിനിധി തന്നെയാണ് ഈ ചർച്ചയിലെ ആവശ്യം ഉന്നയിക്കുന്നത്. അവരുടെ ആവശ്യം അന്യായമാണെന്ന് ഞാൻ പറയില്ല, ഒരാളും പറയില്ല. പക്ഷേ അതിലേക്ക് ആ ഒരു തലത്തിലേക്ക് ചർച്ച നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിലയിൽ ചർച്ച മുമ്പോട്ട് വരണം. അല്ല, അതിനനുസൃതമായി ചർച്ച നീങ്ങുന്നില്ല. അതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇന്നലെയും ഇന്നും ഈ വിഷയം ഉയർന്നു. BJPയുടെ പ്രതിനിധികൾ, കോൺഗ്രസിന്റെ പ്രതിനിധികൾ, ഇടതുപക്ഷ പ്രതിനിധികൾ ഈ വിഷയം ഉന്നയിച്ചു. അതുകൊണ്ടാണല്ലോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ആവർത്തിച്ച് മറുപടി പറയേണ്ടി വന്നത്. ഇന്ന് ഹാരിസ് ബീരാന്റെ ചോദ്യത്തിന് കൊടുത്ത ഉത്തരവാണ് എന്റെ കയ്യിരിക്കുന്നത്. P സന്തോഷ് കുമാറിന് നേരിട്ട് മറുപടി നൽകി JP നദ്ദ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. സ്വാഭാവികമായ ഒരു ദേശീയ വിഷയമാവുകയാണ്. യോജിപ്പാവുള്ളത് കേട്ടോ അഭിലാഷേ. അല്ല, ജിൻഡോ പറഞ്ഞതിനോട് ഇക്കാര്യത്തിൽ യോജിപ്പാവുള്ളത്. ഇവിടുത്തെ ഈ സമരം കൊണ്ട് ഇത്തരം ചില പിന്നെ പരിണതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ജിൻഡോ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാവുള്ളത്. സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഈ സമരം മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിഗണിക്കാനെങ്കിലും അത്തരത്തിലൊരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ സമരക്കാർക്ക് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ കാര്യത്തിൽ ജിൻഡോ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാവുള്ളത് കേട്ടോ. അത് ദേശീയ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. അത്രത്തോളം സോ ഫാർ സോ ബെറ്റർ എന്നുള്ള നിലയിൽ തന്നെ അതിനെ കാണുകയും ചെയ്യണം. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്, സമരസമിതിയുടെ നേതാവ് പറഞ്ഞത് തന്നെയാണ് എനിക്കും സ്വീകാര്യമായിട്ടുള്ളൊരു വാദം. അത് 60-40 ആക്കണം, 700 രൂപ തീരുമാനിക്കണം. പക്ഷേ അത് യൂണിയൻ ഗവൺമെൻറ് ചെയ്യണം, അതാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴേക്ക് പിന്നെ അവർക്കും അതൊരു സ്വസ്ഥതയാവും, ഉത്തരവാദിത്തമുള്ള ഒരു തുകയാവും. 60-40 ഇക്വേഷൻ ആകുമ്പോഴേക്ക് സെൻറ്ററും സ്റ്റേറ്റും അതിൻ്റെ തുല്യ പങ്കാളികളുമാവുന്നു. വേറെ പിന്നെ ഇത് ചരടുകളൊന്നുമില്ല അതിൻ്റെ അകത്ത്. ആ നിലയിൽ ഫിക്സഡ്
ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ നല്ല കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ശ്രീ ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ, അങ്ങേക്ക് എന്നെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നിസ്വരായ സ്ത്രീകൾ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നേടാതെ തുച്ഛമായ പണം വാങ്ങി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു സെൻട്രൽ സ്കീമാണ്. 60% തുക ഈ ഇൻസെന്റീവ് പോർഷനായിട്ട് കേന്ദ്രം നൽകേണ്ടതാണ്. ആ ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് എന്നുള്ള കേന്ദ്രം പ്രഖ്യാപിച്ച ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ ഓണറേറിയം അതിന് ആനുപാതികമായി വർദ്ധിപ്പിക്കുകയും ചെയ്താൽ 21,000 രൂപ പ്രതിമാസം കിട്ടുന്ന വിധത്തിൽ എല്ലാ ആശമാർക്കും സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ പോർഷൻ നിങ്ങൾ ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യമാണ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ അങ്ങയോട് ചോദിച്ചത്. ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അഭിലാഷേ, നിങ്ങളുടെ അസ്വസ്ഥത എനിക്ക് ബോധ്യപ്പെട്ടാലും ആ അസ്വസ്ഥത എത്ര കാലം കൊണ്ട് മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ അസ്വസ്ഥത ഇന്നലെ വരെ ഇതായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും. വ്യത്യാസം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അവർ ഒരു മാനുഷികമായ പരിഗണന ഒരിടത്തു നിന്നും ലഭിക്കുന്നില്ലെന്നും അവർ ഇതിനേക്കാൾ ആനുകൂല്യത്തിന് അർഹരാണ് എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യമാണ് ഈ സമരം നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്. പക്ഷേ ഈ സമരത്തോട് നാം ഇവിടെ ഇരുന്ന് നിഷ്പക്ഷത അഭിനയിക്കുമ്പോഴും ഇരുവിഭാഗങ്ങളുടെയും മനോഭാവത്തെയാണ് നമ്മൾ കാണുന്നത്. അഭിലാഷ് പ്രയോഗിച്ച ഒരു പ്രയോഗം അഭിലാഷ് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഈ ശാലിനിയോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് സുരേഷ് ഗോപി വന്നപ്പോൾ സന്തോഷ പുളകിതരാവുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് കൈയടിച്ചു? താങ്കളുടെ അസ്വസ്ഥതയുടെ ഉത്തരം കൃത്യമായിട്ട് അവിടെയുണ്ട്. അതല്ലേ ഞാൻ അങ്ങയോട് നേരത്തെ ചോദിച്ചത്. നിങ്ങൾ കൊടുക്കാനുള്ള പൈസ കൊടുക്കണ്ടേ? ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് 5,000 6,000 ആക്കണ്ടേ? കൂട്ടണ്ടേ? അത് കൂട്ടാതെ വന്നിട്ട് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം. അത് തന്നെ. അതിലെന്താ കുഴപ്പമെന്താ? തീർന്നോ? ഇനി ഞാൻ മിണ്ടിക്കോട്ടെയോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇനി ആവർത്തിച്ച് പറയാൻ ആവശ്യം അല്ല. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ചോദിക്കാനുള്ളത് ഇല്ല, ചോദിക്കാനുള്ളത് മുഴുവനായിട്ട് ചോദിക്കാം. എന്റെ വായയുടെ മുകളിൽ ഒരു പ്ലാസ്റ്ററും കൂടി ഒട്ടിച്ചിട്ട് അല്ല, ഇപ്പൊ തന്നെ ചോദിക്കാം, പിന്നെ ബാക്കി തുടർന്ന് പറയാലോ. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ചർച്ചയാവില്ല. അല്ല, ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം. നിഷ്പക്ഷതയാണെങ്കിൽ വിലയിരുത്തേണ്ടത് മാധ്യമങ്ങളുടെ ശ്രോതാക്കളാണ്. ശ്രോതാക്കൾ നിങ്ങളും ഞാനും പറയുന്നത് കേൾക്കട്ടെ. ശരി, അങ്ങനെയാണ് ഞാൻ വിശകലനം ചെയ്യാനുള്ള ബൗദ്ധിക ഔന്നത്യത്വം ഈ നാട്ടിലെ വോട്ടർമാർക്കും പ്രേക്ഷകർക്കും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അസ്വസ്ഥമാക്കുന്നത് എന്താണ്? നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാമെന്ന് പറഞ്ഞു. ആ സമരപ്പന്തലിൽ അവർ നൽകിയ മഴ നനഞ്ഞ പോളിത്തീൻ ബാഗ് കീറിയവനോട് അവർക്കൊരു കുട കൊടുത്തപ്പോൾ അവർ വേറെ എന്തോ കൊടുത്തു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവൻ വരുമ്പോൾ അവർ ചില സന്തോഷമൊക്കെ പ്രകടിപ്പിക്കും അഭിലാഷേ. മറിച്ച് അവരുടെ ടാർപോളിൻ കീറിയവൻ വരുമ്പോൾ അവർ കല്ലെടുത്തെറിയും. അവരുടെ അനുഭാവപൂർവമായ സമരത്തോട് പ്രതികരിക്കുമ്പോൾ കേന്ദ്രം പോരാ കൂടുതൽ നൽകാം, നമ്മൾ തയ്യാറാണ്, വിലയിരുത്തൽ കാര്യങ്ങൾ നടത്തുന്നു. പക്ഷെ ഇന്നലെ വരെ ചർച്ച എന്തായിരുന്നു അഭിലാഷേ? കേന്ദ്രം നമുക്ക് കുടിശ്ശിക തരാനുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ ചെയ്ത ശ്രമം എന്തായിരുന്നു? കേന്ദ്രമാണ് ഓണറേറിയവും ഈ ഇൻസെന്റീവും കൊടുക്കാനുള്ള ആനുകൂല്യം കൊടുക്കാത്തത്. ആ കളവ് പറഞ്ഞതെടുത്ത് അത് ഇന്ന് കൃത്യം. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, അങ്ങനെ ഓണറേറിയം കൊടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഓണറേറിയം ആദ്യം പ്രഖ്യാപിച്ചത് VS സർക്കാരിന്റെ കാലത്താണ്. പിന്നീട് UDF സർക്കാരിന്റെ കാലത്ത് അത് 100 രൂപ വെച്ച് കൂട്ടി ഓരോ മാസവും. പിന്നീട് കഴിഞ്ഞ സർക്കാരിന്റെ കൂട്ടത്തിൽ കൂട്ടി. ഇത് ഓണറേറിയം കൊടുക്കേണ്ടതും ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതും സംസ്ഥാനമാണ്. പറഞ്ഞ കള്ളമാണ് എന്ന് ആര് ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു? താങ്കൾ മാധ്യമങ്ങൾ പറഞ്ഞതാണ് പറഞ്ഞത്. ഞാനത് വിശദീകരിക്കാം. ഓണറേറിയം കൊടുക്കേണ്ടതും ഓണറേറിയം കൂട്ടേണ്ടതും സംസ്ഥാനമാണ്. ഇൻസെന്റീവ് കൂട്ടേണ്ടതും ഇൻസെന്റീവ് കൊടുക്കേണ്ടതും കേന്ദ്രമാണ്. ഇതിലൊക്കെ എന്തിനാണ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? സമരത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകണം. കേരളത്തിലെ കേന്ദ്ര വിരുദ്ധ സമരമായി ചിത്രീകരിക്കണം. കേന്ദ്രം ആനുകൂല്യം കൊടുക്കുന്നില്ല, കേന്ദ്രം കുടിശ്ശിക കൊടുക്കാനുണ്ട്, കേന്ദ്രമാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കണം. പക്ഷേ ഇന്നലത്തേതോടുകൂടി ചിത്രം മാറി. കാരണം കേരളം കോടികൾ കൊടുക്കുന്ന കേരളത്തിന്റെ ലൈസൺ ഓഫീസർ ധനകാര്യമന്ത്രിയുടെ കയ്യിൽ ചെന്നപ്പോൾ കണക്കും കയ്യുമില്ലാതെ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ തിരിച്ചോടേണ്ടി വന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ചർച്ചയിൽ പാർലമെന്റിനകത്ത് എന്ത് പണമാണ് കേരളം കൊടുക്കാനുള്ളത്? അപ്പോൾ കുടിശ്ശിക കൊടുക്കാനില്ല. എന്നിട്ട് ഇവർക്ക് ആനുകൂല്യം കിട്ടാത്തതിന് മാത്രമല്ല അവരെ തല്ലി ഓടിക്കുകയും ആ സമരത്തെ അവരെ വെയിലത്തും മഴയത്തും മാത്രമല്ല സമരത്തോർ ഇടതുപക്ഷ ഗവൺമെന്റിന് ഇന്നേ വരെ പുലർത്താത്ത രൂപത്തിൽ കരിങ്കാലുകളോട് പെരുമാറുന്ന രൂപത്തിൽ കേസുകൾ എടുത്ത് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ മനുഷ്യാവകാശരായ നിഷ്പക്ഷരായ കേരളത്തിലെ പലരെയും അസ്വസ്ഥരാക്കിയില്ലെന്ന് മാത്രമല്ല അവർക്ക് ആകെ അസ്വസ്ഥത എന്താ?
സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾ ആനന്ദ പുളകിതരായത് എന്തുകൊണ്ട്? നിങ്ങൾ അതിന്റെ കാരണം എന്താണ് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ? അവർക്ക് തിരിച്ചറിയാനുള്ള കെൽപ്പുണ്ട്. അനുഭവം പ്രകടിപ്പിക്കുന്നവർ, അവരെ സഹായിക്കുന്നവർ, കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ കൊണ്ടുപോകുന്നവർ, അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ച് മനുഷ്യരായി കാണാമെന്ന് പറയുന്നവരെ വരുമ്പോൾ അവർ സ്വീകരിക്കും. നാളെ ഇതുവരെ കേരളം NHMന്റെ പണം കേരളത്തിന് മുഴുവനായിട്ട് നൽകി എന്ന് കേന്ദ്രം പറയുന്നു. കഴിഞ്ഞ വർഷം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാനം പറയുന്നു. രണ്ടു കൂട്ടരും പറയുന്നു രണ്ട് ക്ലെയിമുകൾ. അതിന്റെ വസ്തുതകൾ വരട്ടെ, ഇനിയും നമുക്ക് കാത്തിരിക്കാം. എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഈ ആശമാരെ കണ്ടതിന് ശേഷമാണ് ഡൽഹിക്ക് പോയത്. അദ്ദേഹം വീണ്ടും തിരികെ വരികയാണ്. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തും. നിങ്ങളുടെ ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് അത് കേന്ദ്രം പ്രഖ്യാപിച്ചതാണ്. ആ ഫിക്സഡ് മന്ത്ലി ഇൻസെന്റീവ് 6000 ആക്കുന്നു എന്ന് ആ സമരപ്പന്തലിൽ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചു പോയത് ചിലപ്പോൾ തെറ്റായിരിക്കാം. ആശമാരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ വിഷയം അഡ്രസ് ചെയ്യുന്ന, ഈ വിഷയത്തിൽ ഇടപെട്ട ഒരാൾ, ആ വിഷയത്തിൽ ഇടപെട്ട ഒരാൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷെയർ, ഞങ്ങളുടെ പോർഷൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്നായിരുന്നുവെങ്കിൽ അത് കൊള്ളാമായിരുന്നു. കേരളത്തിൽ അഭിലാഷ് ആഗ്രഹിക്കുന്ന മാതിരി കാര്യങ്ങൾ വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ നമുക്ക്? അല്ല, എനിക്ക് പ്രശ്നമല്ല ഇത്. ആഗ്രഹിക്കുന്നത് നല്ലതാണ്, പക്ഷെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ഈ ആഗ്രഹം ആശാവർക്കർമാരുടെ നന്മയല്ലേ അഭിലാഷ നിങ്ങളും ഞാനും ആഗ്രഹിച്ചത്? അല്ല, ആശാവർക്കർമാരുടെ നന്മയാണല്ലോ അഭിലാഷ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ അഭിലാഷിന്റെ നന്മയിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നമ്മൾ ഇനിയും കൂട്ടിക്കൊടുക്കണം. കേരളം കൊടുത്തോ അഭിലാഷേ? കേരളം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാ പോരാ. ഇത്ര രൂപ കൂട്ടി എന്ന് പറയണം, അത് പ്രഖ്യാപിക്കണം, അതിന് ഉത്തരവിറങ്ങണം. അത്രേ ഉള്ളൂ. ആശാവർക്കർമാരെന്ന് പറയുന്നത് ഞങ്ങൾ കൂട്ടും എന്നല്ല പറയേണ്ടത്, കൂട്ടിയതായുള്ള പ്രഖ്യാപനമാണ് വേണ്ടത്. കൂട്ടിക്കൊണ്ട് ഉത്തരവിറക്കുകയാണ് വേണ്ടത്. അതിനൊന്നും ഒരു വ്യക്തത കുറവുമില്ല. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. ശ്രീമതി ശാലിനി, ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ 21,000 രൂപ എന്ന ആവശ്യം ഒരു പക്ഷേ പല പ്രായോഗിക കാരണങ്ങളാൽ നടന്നില്ലെന്ന് വരാം. പക്ഷേ ഇപ്പോൾ JP നദ്ദ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രയെന്നോ എപ്പോഴെന്നോ പറഞ്ഞിട്ടില്ല. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സംസ്ഥാനം കൂടി ഉയർത്തിയിരുന്നത് ഈ സമരത്തിലൊരു സമവായത്തിൻ്റെ പോയിന്റ് നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴാണ് എത്തുക? ഇനിയും ഈ സമരം അവസാനിപ്പിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. തീർച്ചയായും ഈ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്നൊരു സമവായത്തിൽ എത്തിച്ചേരണം. ഞങ്ങൾ ഈ പാവപ്പെട്ട ആശമാർ ഇന്ന് 30 ദിനരാത്രങ്ങൾ ഈ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. ഞങ്ങൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഉപേക്ഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുമായിട്ട് ഒരു കൂടിച്ചേരണം ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾ ഈ 62 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകണമെന്നൊരു കേരള സർക്കാരിൻ്റെ ഉത്തരവുണ്ട്. യാതൊരു ആനുകൂല്യവും ഇല്ലാതെ 10-20 വർഷക്കാലം സർക്കാരിന് സേവനം ചെയ്തിട്ട് വെറും കൈയോടെ പോയാൽ ഇന്നത്തെ സമൂഹത്തിലെ അവസ്ഥ എന്താണെന്ന് അറിയാം. പാവപ്പെട്ട മാതാപിതാക്കളെയൊക്കെ വഴിയരികിലും വെട്ടിക്കൊല്ലുന്നതൊക്കെ ഒരു സാഹചര്യമാണ്. അപ്പം ഞങ്ങൾ സർക്കാരിനെ സേവിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ചെറിയൊരു പെൻഷൻ ആനുകൂല്യവും ഒരു വീട്ടുകാരെ സേവിച്ചു ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്ത് തരാം എന്ന് തീർച്ചയായും ഇന്നത്തെ തലമുറയിലെ മക്കളാണ് പറയില്ല എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, നമ്മുടെ നാടിൻ്റെ പോക്കും അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാരിനെ സേവിച്ചിട്ട് പോകുമ്പോൾ മാന്യമായൊരു കുടിശ്ശിക ഞങ്ങൾക്ക് വേതനം അതായത് നൽകണം, പെൻഷൻ നൽകണം. മാസം തോറും മുടങ്ങാതൊരു പെൻഷനും നൽകണം. കാരണം സർക്കാരിൻ്റെ പോലും MP-മാരുടെ MLA-മാരുടെയൊക്കെ PA ആയിട്ട് നടക്കുന്ന പോലും 2.5 വർഷക്കാലം അവർ സേവനം അനുഷ്ഠിച്ചാൽ ജീവിതാവസാനം വരെ അവർക്ക് പെൻഷൻ നൽകുന്ന ഒരു സമൂഹമാണ്. ഈ മന്ത്രിമാർക്കും MLA-മാർക്കും MP ആയിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും വിവിധ ഇനം പെൻഷനുകളുണ്ട്. വർഷക്കാലം അതൊരു ഇത് MSSI ജോലിക്ക് കയറിയ ആൻറ്റിമാരുണ്ട്. അവരൊക്കെ 62-65 വയസ്സായവരുണ്ട്. അവർ ഒന്നും ലഭിക്കാത്തത് കൊണ്ടാണ് ഇതിൽ നിൽക്കുന്നതും. എന്തെങ്കിലും ഒരു ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ നാളെ പോവും അടുത്ത് വേറൊരാൾക്ക് ഈ ജോലിയിലേക്ക് കയറാം. കാരണം അഭ്യസ്ത വിദ്യരായ ഒരുപാട് പേരാണ് ഉള്ളത്. പണ്ടത്തെ പോലെ 8ാം ക്ലാസ് പാസ്സായവരല്ല. ഞാൻ ഉൾപ്പെടെ ഡിഗ്രിയാണ്, MA ഒക്കെ പഠിച്ചവരുണ്ട്. അപ്പൊ സർക്കാർ അനുകൂലമായൊരു നടപടി എടുക്കണം. 17-ാം തീയതി ഞങ്ങളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കണം. ഞങ്ങളെ പ്രതിനിധികളെ വിളിക്കണം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇപ്പോൾ ഒരു അനുകൂലമായ നടപടി വന്നിട്ടുണ്ട്. അതേപോലെ കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മാന്യമായ വേതനം നൽകി ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് പറഞ്ഞയക്കും. ശരി, തീർച്ചയായും ന്യായമായ ആവശ്യമാണ്. എന്ന് മാത്രമല്ല ഞങ്ങളാണ് നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് മാതൃകകളുണ്ട്. കേരളമല്ല വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചുള്ള സംസ്ഥാനം. പശ്ചിമ ബംഗാളും ഹരിയാനയും ആന്ധ്രയും അടക്കം വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അവർ കേൾക്കുകയും അത് സംബന്ധിച്ച് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി കേരള സർക്കാർ ഓർക്കണം. ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് അവകാശപ്പെടുന്നവർ അതുകൂടി കാണണമെന്ന് ഓർപ്പിച്ചുകൊണ്ട്
യെസ്, ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ഇനി ആറ്റുകാൽ പൊങ്കാല സംബന്ധിച്ച തത്സമയ പരിപാടി കാണാം.